അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഓണത്തിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ക്രിസ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഉണ്ടാക്കാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സാധാ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ പുട്ടുപൊടി, പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങൂലേ, ആ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ ചിരവിയതും, ചെറിയ ജീരകം, നെയ്യും, ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ട് അതിൽ ഈ തേങ്ങ ചിരവി വെച്ച തേങ്ങ അതിട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ആ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വല്ലാതെ അരഞ്ഞു പോകുന്നു വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴേ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കേണ്ടത് ആയിരുന്നു, പക്ഷേ ഞാൻ അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനത് ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് ക്രഷായി കിട്ടിയത് കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് റെഡിയാക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ എപ്പോഴും നമുക്ക് കിട്ടണ എന്താ, രണ്ടാം പണിയാണ്. ആ ഒരു രണ്ടാം പണി സ്വാഭാവികമാണ്. ഇനിയിപ്പോൾ അത് ഞാൻ ക്രഷ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ അരിപ്പൊടി ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകവും ഒരുമിച്ച് ചതച്ച് വെച്ചതും 2 സ്പൂൺ നെയ്യും കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. തേങ്ങക്ക് പ്രത്യേകിച്ച് ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ലെങ്കിലും 1/2 കപ്പ് തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളിയും 1/2 സ്പൂണ് ചെറിയ ജീരകവും ഇട്ടിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഈ തേങ്ങ ക്രഷ് ചെയ്തതും നെയ്യും അരിപ്പൊടിയും കൂടെ ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് അതിലൊഴിച്ച് കൊടുക്കാൻ. നല്ല ചൂട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പാകത്തിന് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം അധികമായി പോയാലും നമുക്ക് ഇടിയപ്പത്തിനൊക്കെ റെഡിയാക്കി എടുക്കൂലേ, അങ്ങനെയാണ് വേണ്ടത്. നെയ്യ് ഇത്തിരി കുറവാന്ന് തോന്നിയപ്പോൾ ഒന്നും കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് റെഡിയാക്കി അവിടെ വെച്ചതാണ്. ഇനി ഞാൻ കറുത്ത എള്ള് ഇട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, അത് ഞാൻ മറന്നു, വീഡിയോയിൽ കാണിക്കാനും മറന്നതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി അവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് ഉരുളകളാക്കി എടുക്കണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. ആരെങ്കിലുമൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി തരാനൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പം ഞാനും ക്യാമറാമാനാണ്, ആങ്ങളിൻ്റെ മോനാണ് അന്ന് വന്നിരുന്നത്, അനിയൻ്റെ മോന്. അപ്പോൾ ക്യാമറാമാൻ ആളാണ്, അപ്പോൾ ആളും കൂടെ കൂടിയിട്ടാണ് പിന്നെ ഈ ഇത്രയും ഉരുളകളൊക്കെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ കളിച്ചിട്ടും സംസാരിച്ചിട്ടും വീഡിയോനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടും അങ്ങനെ ഉരുളകൾ ഉണ്ടാക്കിയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഉരുളകളൊക്കെ അപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചു. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയില്ലേ, ഉരുളകളാക്കി വെച്ചിട്ട് നല്ല വെള്ള കളറ് മുത്ത് മാതിരി ഉണ്ട് കാണാൻ, നല്ല ഭംഗി. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് നല്ല ചൂടായ എണ്ണയിൽ അതിട്ടിട്ട് വറുത്ത് കോരുക എന്നുള്ളതാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിൽ നമ്മൾ ഈ ഉരുളകൾ അത്യാവശ്യം ചൂട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചൂടില്ലെങ്കിൽ ഇത് അതിൽ കടന്നിട്ട് ഓവർ നല്ല ഹാർഡായിപ്പോയി നമുക്ക് കടിച്ചാൽ പറ്റില്ല. അപ്പോൾ ഇത്തിരി നല്ല ചൂട് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കാനും പറ്റില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിയായി മാറും, അരിപ്പൊടിയല്ലേ. അപ്പോൾ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കുക. കണ്ടോ, തീ കുറച്ച് വെച്ചിട്ട് അതിൽ കടന്നിട്ട് ഇങ്ങനെ ഈ ഒരു കളറായിട്ട് ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു യെല്ലോ കളറായിട്ട് മാറും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. കാരണം ഈ ചെറിയ ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് അതിലിങ്ങനെ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി ഒരു ക്രിസ്പി ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. കാരണം ഇവന് അടുത്തുണ്ടല്ലോ, ആൾ നന്നായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഞ്ഞു റെസിപ്പീസുകളൊക്കെ അതിലുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക.
ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്നങ്ങോട്ട് അമർത്തുക കേട്ടോ. കണ്ടോ, നല്ല സൗണ്ടിൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ക്രിസ്പി തന്നെയാണ്, പക്ഷെ ചെറുതായിട്ട് ആ തേങ്ങയും ആ ചെറിയുള്ളിയും ചെറിയ ജീരകമൊക്കെ കടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ ആയിട്ടും ഇതുണ്ടാക്കാൻ പറ്റിയ അത്രയ്ക്ക് ഹാർഡ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഇത് വൈകുന്നേരങ്ങളിൽ ചായക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്നില്ല ഉണ്ടാക്കാൻ, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇതിൻ്റെ പേര് കളിയടക്ക എന്നാണ്. കളിയടക്ക എന്നുള്ള പേരാണ് ഇതിന് പറയുന്നത്. ഇനിയിപ്പോൾ ചീടാന്നും ചില നാട്ടിലൊക്കെ അങ്ങനെ പറയും. ഓണത്തിനൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ, ഈ പലഹാരത്തിനെ കുറിച്ച് പറയാനുള്ളതും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.